മൂന്നാറിൽ വാഹനങ്ങളെ വിടാതെ പിന്തുടർന്ന പടയപ്പ. കന്നിമലയിൽ പടയപ്പയുടെ ആക്രമണത്തിൽ 2 ബൈക്ക് യാത്രികർക്ക് പരിക്കേറ്റു. മാട്ടുപ്പെട്ടിയിൽ വഴിയോര കച്ചവട സ്ഥാപനം തകർത്തു. ചിന്നക്കനാൽ 301 കോളനിയിൽ ചക്കക്കൊമ്പൻ 2 വീടുകൾ തകർത്തു. മൂന്നാർ മറയൂർ റോഡിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലും കാട്ടാന പരാക്രമം നടത്തി. കന്നിമല ബംഗ്ലാവിന് സമീപം വെച്ച് കാട്ടാന ബൈക്ക് യാത്രികരെ ആക്രമിച്ചു. കന്നിമല സ്വദേശികളായ 2 പേർക്ക് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. ബൈക്ക് യാത്രികരായ ബാലദണ്ഡൻ, വിഘ്നേഷ് എന്നിവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ആന ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ ഇരുവർക്കും പരിക്കേറ്റതായി നാട്ടുകാർ പറഞ്ഞു. மூணாறுல ஜவுளிக்கடையில் ஒரு ஆள் வேலை பார்த்துட்டு தம்பி 2 பேர் சித்தப்பா பையங்க கன்னிமலைக்கு வந்துகிட்டு இருக்கிற நேரத்தில் யானை வந்து பைக்கோட அடித்து 2 பேரையும் தூக்கி எரிஞ்சிச்சு. அதாவது எப்போதுமே இந்த பிரச்சனை இருக்கு. இதை ஃபாரஸ்ட் ஆஃபீஸரோ எல்லாருக்குமே நம்ம பந்தப்பட்டு சொல்லிட்டு தான் இருக்கு. யாருமே அதை கண்காணிக்கல. மெயின் ரோட்ல வரும்போதே தான் அடிச்சிருச்சு. இப்போ அடிச்சு 2 பேருக்குமே முடியாம எந்திரிச்சு நடக்க முடியாத சூழ்நிலையில் இருக்கு. இப்போ அந்த 2 பேரும் அண்ணன் தம்பி இருக்கிற இடத்துல எங்களுடைய சித்தப்பா தான், அவரு இறந்த 25 வருஷத்துக்கு மேல ஆயிடுச்சு. அவருக்குள்ள குடும்ப சதவீதத்தில் கொண்டு போகக்கூடியது இந்த 2 பயமாறு தான் பேலன்ஸ் பண்ணி கொண்டு போயிட்டு இருக்காங்க. இந்த சூழ்நிலையில யானை வந்து இப்படி வந்திருக்குன்றது நம்ம எல்லாருக்கும் அறிவிச்சிருக்கு, தெரிவிச்சிருக்கு. ஆனா யாருமே எந்த விதமான கோரிக்கைகளும் எடுக்காம நம்ம மெயின் ரோட்லயே வந்துகிட்டு இருக்கும்போது தான் அடிச்சிருக்கு. യുവാക്കൾ ഇരുചക്ര വാഹനത്തിൽ മൂന്നാറിൽ നിന്നും പോകവേ റോഡിൽ നിലയുറപ്പിച്ചിരുന്ന ആനയുടെ മുമ്പിൽപ്പെടുകയായിരുന്നു. ആന ആക്രമിച്ചതോടെ ഇവർ ഓടി രക്ഷപ്പെട്ടു. അരമണിക്കൂറോളം വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി പടയപ്പ റോഡിൽ നിലയുറപ്പിച്ചു. കൂടാതെ രാവിലെ മാട്ടുപ്പെട്ടി മേഖലയിൽ എത്തിയ പടയപ്പ റോഡരികിലെ കച്ചവട സ്ഥാപനവും തകർത്തു. RRT സംഘം എത്തിയാണ് ആനയെ ജനവാസ മേഖലയിൽ നിന്നും തുരത്തിയത്. മാട്ടുപ്പെട്ടിയിൽ മുൻപും നിരവധി തവണ കടകൾക്ക് നേരെ പടയപ്പയുടെ ആക്രമണമുണ്ടായിട്ടുണ്ട്. മതപ്പാടിലുള്ള പടയപ്പ പതിവായി മൂന്നാർ ഉദുമൽപേട്ട പാതയിൽ വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട്. ആനയെ നിരീക്ഷിക്കാൻ വനംവകുപ്പ് 5 അംഗ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങാതെ തടയാൻ ആവുന്നില്ല. കൂടാതെ ചിന്നക്കനാൽ 301 കോളനിയിൽ 2 വീടുകൾ കാട്ടാന തകർത്തു. കല്ലുപറമ്പിൽ സാവിത്രി കുമാരൻ, ലക്ഷ്മി നാരായണൻ എന്നിവരുടെ വീടുകളാണ് തകർത്തത്. ചക്കക്കൊമ്പൻ എന്ന ആനയാണ് വീടുകൾ തകർത്തത്. സാവിത്രി കുമാരന്റെ വീടിന്റെ അടുക്കള ഭാഗവും ലക്ഷ്മി നാരായണന്റെ വീടിന്റെ മുൻവശവുമാണ് തകർത്തത്. 2 വീടുകളിലും ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. വ്യാപകമായി കൃഷിനാശവും ആന വരുത്തിയിട്ടുണ്ട്.